കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമാണ്. നമുക്ക് ഇന്നൊരു ശിവലിംഗത്തിന്റെ ഡ്രോയിങ് വരയ്ക്കാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള ശിവലിംഗത്തിന്റെ ഡ്രോയിങ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലിംഗത്തിന്റെ പടം വരയ്ക്കാം. ആദ്യം നേരെ ഒരു വര വരയ്ക്കുക. ഇതേ അളവിൽ തന്നെ താഴെയും വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീട്ടം വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നീക്കിയതിന് ശേഷം ഇവിടെ ഒരു വര വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര നീട്ടം നീട്ടം കുറച്ച് വരയ്ക്കാം. നടുക്കൊരെണ്ണം വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കുഞ്ഞിതായിട്ട് വരയ്ക്കുക. ഇവിടെയായിട്ട് ഇത്ര അളവിലായിട്ട് ഇതേപോലെ ഫുള്ള് വരയ്ക്കുന്നത് ഇച്ചിരി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി ഇപ്പത്തും സെയിമായി ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇതേപോലെ വളച്ചു വയ്ക്കുക. കറക്റ്റായിട്ട് വളച്ചു വയ്ക്കുക. ഇവിടെ ഇച്ചിരിയും കൂടെ നീട്ടം കൊടുക്കണം. ഇവിടെ കുറച്ചും കൂടെ നീക്കുക. ഇച്ചിരി കുറയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വരയ്ക്കുക. ഇപ്പോൾ ശിവലിംഗത്തിന്റെ താഴ്ഭാഗമായിട്ടുള്ള ഇവിടെയായിട്ട് നമ്മൾ റെഡിയായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരയ്ക്കുക. ഇതിലേക്ക് ചരിച്ച് ഇങ്ങനെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇനി നമുക്ക് നേരെ വരച്ചു കൊടുക്കണം. നേരെ വരയ്ക്കണം. കറക്റ്റ് നേരെ വരയ്ക്കണം. ഇനി നമുക്ക് ഇതിന്റെ നീട്ടം ഒന്ന് കുറയ്ക്കാം. ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് വരയ്ക്കണം. സൈഡിലേക്ക് ആ ഒരു കമ്പിലേക്ക്. പിന്നെ ആ നീട്ടം ഒന്ന് മാറ്റി ശരിയാക്കട്ടെ. നമുക്കിനി അടിയിൽ തെറ്റിപ്പോന്ന് ശരിയാക്കിയതാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് മേലിലേക്കൊന്ന് വളച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ താഴെയായിട്ടൊരു കുഞ്ഞു വര വരയ്ക്കണം. നേരെ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുമ്പിൽ ജസ്റ്റ് ഒന്ന് വളച്ച് ആക്കണം. ഇപ്പുറത്തും അതേപോലെ ആക്കണം. നമുക്കിത്തിരി നീട്ടം കുറയ്ക്കാം. ഇത്രയും നീട്ടം മതി. ഇനി ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് വരണം. നമുക്ക് താഴെ മാറി ജസ്റ്റ് ഉള്ളിലുള്ള പാടൊക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് ഒരു സംഭവം വരയ്ക്കാനുണ്ട്. ഇവിടെ വരയ്ക്കാം. നമുക്ക് ഇനി ഇതിൻ്റെ ഇവിടെ ആയിട്ട് 3 വര വരയ്ക്കണം. ഇതേപോലെ ഇത്തിരി ഡാർക്കായിട്ട് വരയ്ക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ പാടില്ല കേട്ടോ. സൈഡിൽ തന്നെ നേരെ വരയ്ക്കണം. ഉള്ളിലാവാൻ പാടില്ല. ഞാൻ 3 വരം കഴിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. അതും കൂടി ഒന്ന് ലെവൽ ചെയ്യാം. ഇത് കറക്റ്റ് ലെവലായിട്ട് വെക്കണം. ഇവിടെ കുത്തനെ പോലെ എന്നാലും വളച്ചെടുക്കണം. ഇപ്പോൾ വളവിൽ
ശിവലിംഗം റെഡി. ഇനി നമുക്ക് കളർ അടിക്കാം. നമുക്ക് ബ്ലാക്ക് മാത്രം മതി. ഈ ഒരു പടത്തിന് ബ്ലാക്ക് ഇവിടെ അടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെയും ഈ ഒരു ഭാഗത്തുമായിട്ട് ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതാ ഇവിടെയും കൂടെ അടിച്ചാൽ ശരിയാവും. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെയും കൂടെ അടിച്ചു. ഇനി നമുക്ക് ഈ പെൻസിൽ വരച്ചേക്കണം. അതിൻ്റെ മേലത്തെ കൂടെ ജസ്റ്റ് ഈ ബ്ലാക്ക് ഒന്ന് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ പെൻസിലും കൊണ്ട് വരച്ച സ്ഥലത്തൊക്കെ ഞാൻ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ശിവലിംഗം റെഡിയായി. ശിവലിംഗത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ചന്ദ്രചൂഡകലാധര ശങ്കര മഹാദേവ ചന്ദ്രചൂഡകലാധര ശ്രീനീലകണ്ഠ പാർവതീശ ചന്ദ്രചൂഡകലാധര. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, കയറി കാണുക. ബൈ കൂട്ടുകാരെ, നമുക്ക് നാളെ കാണാം.